ഇനി നമ്മൾ പഠിക്കുന്നത് ക്രിട്ടിക്കൽ പാത്ത് മെത്തേഡാണ്. എന്താണ് ക്രിട്ടിക്കൽ പാത്ത് മെത്തേഡ്? ക്രിട്ടിക്കൽ പാത്ത് മെത്തേഡ് എന്ന് പറഞ്ഞാൽ എ വേ ടു ഡിറ്റർമൈൻ ദ ക്രിട്ടിക്കൽ പാത്ത് ഓഫ് എ ഷെഡ്യൂൾ. ഒരു പർട്ടിക്കുലർ ഷെഡ്യൂളിൽ ക്രിട്ടിക്കൽ പാത്ത് ഡിറ്റർമൈൻ ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ്, അല്ലെങ്കിൽ ആ ഒരു ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ക്രിട്ടിക്കൽ പാത്ത് മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ അടുത്ത് എന്താ പറയുന്നത്? ക്രിട്ടിക്കൽ പാത്ത് മെത്തേഡ് അനുസരിച്ചായിരിക്കും നമ്മുടെ ഒരു പ്രോജക്റ്റ് എക്സിക്യൂട്ട് ചെയ്യുന്നത്. ഇതൊരു ലോങ്ങസ്റ്റ് പാത്താണ്. ഇത് അനുസരിച്ചായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്? ഒരു പ്രോജക്റ്റ് നമ്മൾ എന്ത് ചെയ്യുന്നത്? എക്സിക്യൂട്ട് ചെയ്യുന്നത്. ദിസ് ഈസ് ഇമ്പോർട്ടൻറ്റ് ഫോർ പ്രോഗ്രാം മാനേജേഴ്സ് നൗ സിൻസ് ദ പ്രോബ്ലം ആൻഡ് ഇൻ ക്രിട്ടിക്കൽ പാത്ത് ക്യാൻ പ്രിവെൻറ്റ് എ പ്രോജക്റ്റ് ഫ്രം മൂവിങ് ഫോർവേഡ് ആൻഡ് ബീങ് ഡിലേഡ്. അതായത് നമുക്കിവിടെ ട്രാൻസ്പോർട്ടേഷൻ പർപ്പസ്, റൂട്ട് പ്ലാനിങ്, പിന്നെ പ്രോജക്റ്റ് മൂവ്മെൻറ്റ്, ഇതിനൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ക്രിട്ടിക്കൽ പാത്ത് മെത്തേഡ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ക്രിട്ടിക്കൽ പാത്ത് മെത്തേഡ് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഡിലേ ഒക്കെ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഏറ്റവും നല്ല വഴി നമുക്ക് തിരഞ്ഞെടുക്കാനായിട്ട് പറ്റും. സപ്ലയറിനെയും ഡിമാൻഡിനെയും ഒരുമിച്ച് കൊണ്ടുപോകാൻ നമുക്ക് പറ്റുന്ന, അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള അലോക്കേഷൻ നടത്തി കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് CPM മെത്തേഡ്, ക്രിട്ടിക്കൽ പാത്ത് മെത്തേഡ്. ഓക്കെ, ഇനി അടുത്ത് പറയുന്നത് ഏൺഡ് വാല്യൂ മാനേജ്മെൻറ്റ് അനാലിസിസ് ഫോക്കസ് എ ക്രിട്ടിക്കൽ ആൻഡ് നിയർ ക്രിട്ടിക്കൽ പാത്ത് ഐഡൻറ്റിഫൈ ദ കോസ്റ്റ് ആൻഡ് ഷെഡ്യൂൾ റിസ്ക്. നമുക്ക് ക്രിട്ടിക്കൽ പാത്ത് മെത്തേഡ് ഉപയോഗിക്കുന്നതിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കോസ്റ്റും റിസ്ക്കും നമുക്ക് അറിയാൻ, ഒരു പർട്ടിക്കുലർ പ്രോജക്റ്റിൻ്റെ കോസ്റ്റും റിസ്ക്കും എല്ലാം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. പിന്നെ അടുത്ത് എന്താ പറയുന്നത്? നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡിലേ ഏൺഡ് വാല്യൂ മാനേജ്മെൻറ്റ് അനാലിസിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ക്രിട്ടിക്കൽ പാത്ത് മെത്തേഡ് പോലെയാണ്, പക്ഷേ അതിൽ നിന്നൊരു അല്പം മാറി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ ഡിലേ ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒഴിവാക്കി കൊണ്ടുപോകാനായിട്ട് പറ്റും. ഓക്കെ, പിന്നെ ഈ മെത്തേഡിൽ തന്നെ, ക്രിട്ടിക്കൽ പാത്ത് മെത്തേഡിൽ തന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന മറ്റൊരു മെത്തേഡാണ് പ്രോഗ്രാം ഇവാലുവേഷൻ ആൻഡ് റിവ്യൂ ടെക്നിക്ക്, PERT മെത്തേഡ് എന്ന് പറയുന്നത്. ഇവിടെ നോക്കിയാൽ അതിൻ്റെ ബെനിഫിറ്റ് ഒന്ന്, നമ്മുടെ പ്ലാനിങ്ങിന് കൃത്യമായിട്ട് സഹായിക്കുന്നു. ഇമ്പ്രൂവ്മെൻറ്റ് പ്ലാനിങ്, നമുക്കറിയാൻ പറ്റും ഒരു പ്രോജക്റ്റ് ഏത് മൂവ്മെൻറ്റ് ഏത് പാത്ത് വഴി കൊണ്ടുപോകണമെന്ന് നമുക്കറിയാനായിട്ട് പറ്റും. പിന്നെ അടുത്ത് എന്താ പറയുന്നത്? റിസോഴ്സ് ലോഡിങ്ങിന് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? സഹായിക്കുന്നുണ്ട്. എല്ലാ സപ്ലയറിനെയും ഡിമാൻഡ് മീറ്റ് ചെയ്ത് കൊണ്ടുപോകാൻ നമുക്ക് പറ്റും. പിന്നെ അടുത്ത് ഹൈലൈറ്റ് ബോട്ടിൽ നെക്സ്. ഓക്കെ, വെൻ എ പ്രോജക്റ്റ് ഗെറ്റ് സ്റ്റക്ക് വാല്യുബിൾ ടൈം ഈസ് ലോസ്. കണ്ടോ, നമ്മൾ ഒരു പ്രോജക്റ്റ് സ്റ്റക്കായാൽ നമ്മുടെ അവിടെ എന്ത് ചെയ്യുന്നു? വാല്യുബിൾ ടൈം എന്ത് ചെയ്യുന്നു? ഇല്ലാതാവുകയാണ്. ഓക്കെ, നമ്മൾ പക്ഷേ ഈ ഡയഗ്രാം നെറ്റ്വർക്ക് ചെയ്യുന്നതിലൂടെ ഒരു പ്രോജക്റ്റ് എന്തിനൊക്കെയാണ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് എന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മനസ്സിലാക്കാനായിട്ട് പറ്റും. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ പ്രോജക്റ്റ് ഒരു ഡിലേ ഇല്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റും. അപ്പോൾ ഇതൊക്കെയാണ് ക്രിട്ടിക്കൽ പാത്ത് മെത്തേഡിൻ്റെ ബെനിഫിറ്റ് എന്ന് പറയുന്നത്. എങ്ങനെയാണ് ക്രിട്ടിക്കൽ പാത്ത് മെത്തേഡ് നമ്മൾ ഡിറ്റർമൈൻ ചെയ്യുന്നത്? ദ ക്രിട്ടിക്കൽ പാത്ത് ഡിറ്റർമൈൻഡ് വെൻ അനലൈസിങ് ദ പ്രോജക്റ്റ് ഷെഡ്യൂൾ ഓർ നെറ്റ്വർക്ക് ലോജിക് ഡയഗ്രാം ആൻഡ് യൂസസ് ക്രിട്ടിക്കൽ പാത്ത് മെത്തേഡ്. നമ്മൾ എന്ത് ചെയ്യുന്നത്? പ്രോബ്ലം ആദ്യം ഐഡൻറ്റിഫൈ ചെയ്യുന്നു, എന്നിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പാത്ത് അവിടെ എന്ത് ചെയ്യുന്നത്? മെൻഷൻ ചെയ്യുന്നത്. പിന്നെ അടുത്ത് എന്താണ് പറയുന്നത്? CPM പ്രൊവൈഡ് എ ഗ്രാഫിക്കൽ പോയിൻ്റ് ഓഫ് വ്യൂ ഓഫ് ദി പ്രോജക്റ്റ്. ഒരു പ്രോജക്റ്റ് ഏത് രീതിയിൽ മൂവ് ചെയ്യണം എന്നുള്ള ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനാണ് CPM എന്ന് പറയുന്നത്. നോക്കിയേ, ഇതിന് കുറച്ച് സ്റ്റെപ്സ് ഉണ്ട്. എന്തൊക്കെയാണ്? സ്റ്റെപ്പ് നമ്പർ 1, നമ്മൾ എല്ലാ ആക്ടിവിറ്റീസിനെ എന്ത് ചെയ്യണം? ലിസ്റ്റ് ഔട്ട് ചെയ്യണം. ഒരു പ്രോജക്റ്റുമായി ബന്ധപ്പെട്ട എല്ലാ ആക്ടിവിറ്റിയും നമ്മൾ ലിസ്റ്റ് ചെയ്യണം. പിന്നെ ആക്ടിവിറ്റി സീക്വൻസ് ആയിട്ട് എടുക്കണം. ഒന്നാമത്തെ ആക്ടിവിറ്റി, രണ്ടാമത്തെ ആക്ടിവിറ്റി, മൂന്നാമത്തെ ആക്ടിവിറ്റി. അതനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു ഡയഗ്രാം വരയ്ക്കുന്നു. ഒന്നാമത്തെ ആക്ടിവിറ്റിയിൽ നിന്ന് രണ്ടാമത്തെ ആക്ടിവിറ്റിയിലോട്ട് പോകുന്നു, ഒന്നാമത്തെ ആക്ടിവിറ്റിയിൽ നിന്ന് മൂന്നാമത്തെ ആക്ടിവിറ്റിയിലോട്ട് പോകുന്നു. അങ്ങനെ നമ്മൾ ഡയഗ്രാം വരയ്ക്കുന്നു. പിന്നെ ഓരോ ആക്ടിവിറ്റിയും കംപ്ലീറ്റ് ചെയ്യാൻ നമ്മളെടുക്കുന്ന ടൈം അവിടെ കാണിക്കണം, ഡ്യൂറേഷൻ നമ്മൾ കാണിക്കണം. പിന്നെ എന്തൊക്കെയാണ് ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ എന്ന് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം. ക്രിട്ടിക്കൽ പാത്ത് നമ്മൾ എന്ത് ചെയ്യണം? വരയ്ക്കണം. ഓക്കെ, പിന്നെ എന്താണ്? അപ്ഡേറ്റ് ദ നെറ്റ്വർക്ക് ഡയഗ്രാം ആസ് ദി പ്രോജക്റ്റ് പ്രോഗ്രസ്സസ്. പ്രോജക്റ്റിൻ്റെ പ്രോഗ്രസ് നോക്കി നമ്മൾ നെറ്റ്വർക്ക് ഡയഗ്രാം അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. ഇതാണ് ക്രിട്ടിക്കൽ പാത്ത് മെത്തേഡിൻ്റെ സ്റ്റെപ്സ് എന്ന് പറയുന്നത്. ഇനി അടുത്ത PERTും CPMും തമ്മിലുള്ളൊരു ഡിഫറൻസ്. PERT എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാൻ പറഞ്ഞു, പ്രോജക്റ്റ് ഇവാലുവേഷൻ ആൻഡ് റിവ്യൂ ടെക്നിക്ക്. CPM എന്ന് പറഞ്ഞാൽ ക്രിട്ടിക്കൽ പാത്ത് മെത്തേഡ്. PERT ഈവൻ്റ് ഓറിയൻറ്റഡ് ആണ്. ഇതെന്ന് പറഞ്ഞാൽ ആക്ടിവിറ്റി, CPM ആക്ടിവിറ്റി ഓറിയൻറ്റഡ് ആണ്. PERT അൺപ്രഡിക്റ്റബിൾ ആക്ടിവിറ്റീസാണ്. CPM പ്രഡിക്റ്റബിൾ ആക്ടിവിറ്റീസാണ്. PERT കൂടുതലും നോക്കുന്നത് ടൈം കൺട്രോൾ ചെയ്യാനാണ്, എന്നാൽ CPM നോക്കുന്നത് കോസ്റ്റ് ഒപ്റ്റിമൈസേഷനാണ്. PERT ഡെവലപ്പ് ചെയ്ത 1958 ആണ്, CPM ഡെവലപ്പ് ചെയ്ത 1957. പ്രോബ്ലം ചെയ്യുമ്പോൾ മനസ്സിലാവും CPMൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? PERT കാണുന്നത്. പിന്നെ ഇത് 3 ടൈം എസ്റ്റിമേറ്റാണ്, ഇത് സിംഗിൾ ടൈം എസ്റ്റിമേറ്റാണ്. ഇത് പ്രോബബിലിറ്റി മോഡലാണ്, ഇത് ഡിറ്റർമിനാസ്റ്റിക് മോഡലാണ്. അപ്പോൾ ഇത് കൃത്യമായിട്ട് വായിച്ചിരിക്കുക, സിമ്പിളാണ്. ഇനി അടുത്ത നമുക്ക് PERT എന്താണെന്ന് നോക്കാം.
പ്രോഗ്രാം ഇവാലുവേഷൻ ആൻഡ് റിവ്യൂ ടെക്നിക്ക്. അപ്പോൾ ഇവിടെ നോക്കിയേ, പ്രോഗ്രാം ഇവാലുവേഷൻ ആൻഡ് റിവ്യൂ ടെക്നിക്ക് മെത്തേഡ് is a method used to examine the task in a schedule and determine the critical path method variation. അതായത് ഇവിടെ നമ്മൾ പറഞ്ഞു പ്രോഗ്രാം ഇവാലുവേഷൻ ആൻഡ് റിവ്യൂ ടെക്നിക്ക് എന്ന് പറഞ്ഞാൽ ഒരു 3 ടൈം ടെസ്റ്റാണ്. ഇതെന്ത് ചെയ്യുന്നു, ഇതെന്താ ചെയ്യുന്നത്, എക്സാമിൻ ദ ടാസ്ക് ഷെഡ്യൂൾഡ് ആൻഡ് ഡിറ്റർമൈൻഡ് ക്രിട്ടിക്കൽ പാത്ത് മെത്തേഡ് വേരിയേഷൻ. ക്രിട്ടിക്കൽ പാത്ത് മെത്തേഡിൽ നിന്നും എന്തെങ്കിലും വേരിയേഷൻസ് ഉണ്ടോ എന്ന് അനലൈസ് ചെയ്യുന്ന ഒരു 3 ടൈം ടെസ്റ്റാണ് ഏത്, പെർട്ട് എന്ന് പറയുന്നത്. പിന്നീട് എന്താ പറയുന്നത്, ഇറ്റ് അനലൈസ് ദ ടൈം റിക്വയർഡ്, ഓരോ ടാസ്കും കംപ്ലീറ്റ് ചെയ്യാനുള്ള ടൈം എന്ത് ചെയ്യുന്നു നോക്കുന്നു, ഡിപ്പെൻഡൻസ് ഏതൊക്കെയാണെന്ന് നോക്കുന്നു. ഇതിനെന്താണ്, ടൈമിനാണ് എന്ത് ചെയ്യുന്നത്, ഇത് പ്രാധാന്യം കൊടുക്കുന്നത്. പെർട്ട് എന്താണ് വിളിച്ച് പറയുന്നത്, മിനിമം ടൈമിൽ നമുക്കൊരു കാര്യം എങ്ങനെ കംപ്ലീറ്റ് ചെയ്യാമെന്നാണ് എന്ത് ചെയ്യുന്നത് പെർട്ട് ഇവിടെ പറയുന്നത്. ഇറ്റ് എസ്റ്റിമേറ്റ് ദ ഷോർട്ടസ്റ്റ് പോസിബിൾ ടൈം ഈച്ച്. കണ്ടോ, ഏറ്റവും ഷോർട്ടസ്റ്റ് പോസിബിൾ ടൈം നമുക്ക് സജസ്റ്റ് ചെയ്ത് തരുന്ന ആരാണ്, പെർട്ടാണ്. ഒരു പ്രോബ്ലം കംപ്ലീറ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഏറ്റവും ഷോർട്ടസ്റ്റ് ടൈം വിളിച്ച് നമുക്ക് തരുന്നത് ആരാണ്, പെർട്ടാണ്. പിന്നെ അടുത്ത് എന്താണ്, US നേവി ഡെവലപ്ഡ് ഇൻ ദ മെത്തേഡ് ഇൻ 1957 US നേവീസാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഇത് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. പെർട്ടിൻ്റെ പർപ്പസ് എന്താണ്, കുറച്ചുകൂടി റിയലിസ്റ്റിക് ആയിരിക്കും. ഒരു 3 ടൈം ടെസ്റ്റ് ആയതുകൊണ്ട് തന്നെ കുറച്ചുകൂടി റിയലിസ്റ്റിക് ആയിരിക്കും. കോസ്റ്റ് നമുക്ക് എസ്റ്റിമേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ക്രിട്ടിക്കൽ പാത്ത് ഇതിലും നമ്മൾ ഡിറ്റർമൈൻ ചെയ്യും. ഓക്കെ, പിന്നെ അടുത്ത് എന്താണ് പറയുന്നത്, സ്റ്റാർട്ടിംഗ് പോയിൻ്റ് ഫോർ ഗ്യാതറിങ് ക്രൂഷ്യൽ ഇൻഫർമേഷൻ ഫോർ മേക്കിംഗ് ഡിസിഷൻ. ഇവിടെ നമ്മളെടുക്കുന്ന സ്റ്റാർട്ടിംഗ് പോയിൻ്റ് ഏതാണോ അതായിരിക്കും എന്ത് ചെയ്യുന്നത്, ഇൻഫർമേഷൻ ഡിസിഷനിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. പിന്നെ അടുത്ത് എല്ലാ പ്ലാനിങ് ഇനിഷ്യേറ്റീവ് എന്ത് ചെയ്യും, എല്ലാ പ്ലാനിങ് ഇനിഷ്യേറ്റീവിൻ്റെയും ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞാൽ പെർട്ടാണ്. പിന്നെ എയ്ഡ്സ് മാനേജ്മെൻറ്റ് സെലക്ട് ദ മോസ്റ്റ് എഫക്റ്റീവ് ടെക്നിക്ക്, ഏറ്റവും നല്ല ടെക്നിക്ക് ഏതാണെന്ന് സെലക്ട് ചെയ്യാൻ സഹായിക്കുന്നത് ഏതാണ്, പെർട്ടാണ്. മേക്ക് യൂസ് ഓഫ് ദി ടൈം നെറ്റ്വർക്ക് അനാലിസിസ് മെത്തേഡ്. നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് എന്ത് ചെയ്യാം, ഒരു ടൈം നെറ്റ്വർക്കായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ ഉപയോഗിക്കാം. പിന്നെ അടുത്ത് എന്താണ്, ഔട്ട്ലൈൻ ദ ഫോർമാറ്റ് ഓഫ് റിപ്പോർട്ടിംഗ് ഡേറ്റ. അതായത് പെർട്ടിൻ്റെ ഒരു ഔട്ട്ലൈൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു ആക്ടിവിറ്റി കഴിഞ്ഞാൽ അടുത്തൊരു ആക്ടിവിറ്റിയാണ്. അപ്പോൾ നോക്കിയത് ഒരു ആക്ടിവിറ്റി നമ്മൾ മറ്റൊരു ഭാഗത്തോട്ട് ഫോർവേഡ് ചെയ്യുന്നത് പോലെയാണ്. പിന്നെ അടുത്ത് എന്താ പറയുന്നത്, എയ്ഡ്സ് മാനേജ്മെൻറ്റ് ഇൻ ഡിറ്റർമൈൻ ദ ക്രൂഷ്യൽ കമ്പോണൻറ്റ് ഫോർ ടൈംലി പ്രോജക്റ്റ് കംപ്ലീഷൻ. അതായത് ഒരു പ്രോജക്റ്റ് ടൈമായിട്ട് ടൈമിലി കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പെർട്ട് നമ്മളെ എന്ത് ചെയ്യുന്നുണ്ട്, സഹായിക്കുന്നുണ്ട്. പർപ്പസ് എന്തൊക്കെയാണ്, ഒന്ന് സ്പെസിഫിക് ആക്ടിവിറ്റീസ് ആൻഡ് മൈൽ സ്റ്റോൺ, സീക്വൻസ് ഓഫ് ആക്ടിവിറ്റീസ്, നെറ്റ്വർക്ക് ഡയഗ്രാം, എസ്റ്റിമേറ്റ് ടൈം, ക്രിട്ടിക്കൽ പാത്ത്, അപ്ഡേറ്റ്, പെർട്ട് ചാർട്ട്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പെർട്ടിലൂടെ ചെയ്യാനായിട്ട് പറ്റുന്നത്. ഇനി അടുത്ത് LPPയിൽ ഗ്രാഫിക് മെത്തേഡിൻ്റെ നമ്മുടെ സ്റ്റെപ്സൊക്കെ നമ്മൾ നോക്കി. ഇനി സിംപ്ലക്സ് മെത്തേഡിൻ്റെ സ്റ്റെപ്സാണ് നോക്കുന്നത്. അപ്പോൾ സിംപ്ലക്സ് മെത്തേഡ് ഒറിജിനലി ഡെവലപ്ഡ് ബൈ ജോർജ് ബി ഡാൻസിക് എന്ന് പറയുന്ന ഒരു അമേരിക്കൻ മാത്തമാറ്റീഷ്യനാണ്. ഇവിടെ പറയുന്നത്, ഇറ്റ് ഹാസ് ദ അഡ്വാൻറ്റേജ് ഓഫ് ബീയിങ് യൂണിവേഴ്സൽ. എനി ലീനിയർ മോഡൽ ഫോർ വിച്ച് ദ സൊല്യൂഷൻ എക്സിസ്റ്റ് ക്യാൻ ബി സോൾവ്ഡ് ബൈ ഇറ്റ്. ഇൻ പ്രിൻസിപ്പിൾ ഇറ്റ് കൺസിസ്റ്റ് ഓഫ് സ്റ്റാർട്ടിംഗ് വിത്ത് എ സർട്ടൻ സൊല്യൂഷൻ ഓഫ് വിച്ച് ഓൾ ദാറ്റ് വി നോ ഈസ് ദാറ്റ് ഇറ്റ് ഈസ് ഫീസിബിൾ. ഇറ്റ് സാറ്റിസ്ഫൈസ് നോൺ നെഗറ്റിവിറ്റി കണ്ടീഷൻസ്. അതായത് ഇവിടെ പറയുന്നത് നമുക്ക് ഓരോന്നായിട്ട് മുറിച്ച് പഠിക്കാം. നോക്കി ഇവിടെ പറയുന്നത് നോക്കിയേ, ഇറ്റ് ഹാസ് അഡ്വാൻറ്റേജ് ഓഫ് ബീയിങ് യൂണിവേഴ്സൽ. ദാറ്റ് മീൻസ് എനി ലീനിയർ മോഡൽ ഫോർ വിച്ച് ദ സൊല്യൂഷൻ എക്സിസ്റ്റ്. നമുക്ക് ഏത് ലീനിയർ മോഡലിനും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ഒപ്റ്റിമം സൊല്യൂഷൻസ് എന്ത് ചെയ്യാൻ പറ്റും, കണ്ടുപിടിക്കാനായിട്ട് പറ്റും. പിന്നെ അടുത്ത് എന്താ പറയുന്നത്, ഇൻ പ്രിൻസിപ്പിൾ ഇറ്റ് കൺസിസ്റ്റ് ഓഫ് സ്റ്റാർട്ടിങ് വിത്ത് എ സർട്ടൻ സൊല്യൂഷൻ ഓഫ് വിച്ച് ഓൾ ദാറ്റ് വി നൗ ഈസ് ദാറ്റ് ഇറ്റ് ഈസ് ഫീസിബിൾ. നോക്കിയേ, നമ്മൾ ഈ സിംപ്ലക്സ് മെത്തേഡ് ഒരു പ്രോബ്ലം അല്ലെങ്കിൽ ഒരു സിറ്റുവേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ നമുക്ക് എന്താണ്, ഒരു സൊല്യൂഷൻ തന്നിട്ടായിരിക്കും നമുക്ക് എന്ത് ചെയ്യുന്നത്, നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു പ്രോബ്ലം ഇതിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ അടുത്ത് നമ്മൾ ആ പ്രോബ്ലം എന്താ ചെയ്യേണ്ടത്, നമ്മൾ ആ സൊല്യൂഷൻ എന്താ ചെയ്യേണ്ടത്, ഇമ്പ്രൂവ് ആണ് ചെയ്യേണ്ടത്. നമ്മൾ ആ സൊല്യൂഷൻ ഇമ്പ്രൂവ് ചെയ്യണം. ഒരു സർട്ടൻ ഫൈനൈറ്റ് ടൈമിൽ ഒരു സർട്ടൻ ഫൈനൈറ്റ് നമ്പർ വെച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒപ്റ്റിമസ് സൊല്യൂഷനിൽ എത്തുമോ ഇല്ലയോ എന്നാണ് എന്ത് ചെയ്യുന്നത്, നമ്മളിവിടെ നോക്കേണ്ടത്. അതായത് ഈ സിംപ്ലക്സ് മെത്തേഡ് ഓരോ സ്റ്റേജും കഴിയുന്തോറും ഒപ്റ്റിമസ് സൊല്യൂഷൻ എത്തോ ഇല്ലയോ എന്നുള്ള ഒരു ടെസ്റ്റിംഗ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ സിംപ്ലക്സ് മെത്തേഡിൽ നമ്മൾ എന്ത് ചെയ്യുന്നത്, ഉപയോഗിക്കുന്നത്. For arriving at the solution of LPP by this method, the constraint and the objective function are presented table is known as simplex table. ഓക്കെ, നമ്മളിവിടെ എന്ത് ചെയ്യുന്നു, നമ്മളൊരു LPP സൊല്യൂഷനിൽ എത്തണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, കൺസ്ട്രെയിൻ്റ് ആണ് ദ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ. കൺസ്ട്രെയിനും ഒബ്ജക്റ്റീവ് ഫംഗ്ഷനും നമ്മൾ എന്ത് ചെയ്യും, ഒരു ടേബിളിൽ റെപ്രസെൻറ്റ് ചെയ്യും. ആ ടേബിളിനെ പറയുന്ന പേരാണ് സിംപ്ലക്സ് ടേബിൾ.
ബേസിക് കൺസെപ്റ്റ് എന്തൊക്കെയാണ്? ഒന്ന് ഫീസിബിൾ സൊല്യൂഷൻ അല്ലേ? ലീനിയർ പ്രോബ്ലം എന്താ തരുന്നത്? നമുക്കൊരു ഫീസിബിൾ സൊല്യൂഷൻ തരുന്നു. പക്ഷേ എന്ത് ചെയ്യണം? ആ കൺസ്ട്രെയിൻസ് ഒക്കെ എന്ത് ചെയ്യണം? നമ്മൾ സാറ്റിസ്ഫൈ ചെയ്യണം. നമുക്കിതിലൂടെ കിട്ടുന്നൊരു ഒപ്റ്റിമം സൊല്യൂഷനാണ് നമുക്ക്, അതായത് മാക്സിമൈസ് പ്രോഫിറ്റ്, മിനിമൈസ് ലോസ്. ഈ ക്രൈറ്റീരിയ വച്ചായിരിക്കും നമ്മളൊരു ഒപ്റ്റിമം സൊല്യൂഷനിൽ എത്തുന്നത്. അടുത്ത് പറയുന്നത് സ്ലാക്ക് വേരിയബിൾ. എന്താണ് സ്ലാക്ക് വേരിയബിൾ എന്ന് പറഞ്ഞാൽ, ഇവിടെ നമുക്ക് ഏതെങ്കിലും വേരിയബിൾ നമുക്ക്, അല്ലെങ്കിൽ നമുക്കൊരു രണ്ട് കൺസ്ട്രെയിൻസ് നമുക്ക് ഈക്വലായിട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മൾ എന്താണ്, ഒരു വേരിയബിൾ ആഡ് ചെയ്യണം. ലെഫ്റ്റ് ഹാൻഡ് സൈഡ് നമ്മൾ എന്ത് ചെയ്യണം? ഒരു വേരിയബിൾ ആഡ് ചെയ്യണം. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സ്ലാക്ക് വേരിയബിൾ എന്ന് പറയുന്നത്. ഇനി സർപ്ലസ് വേരിയബിൾ എന്ന് പറഞ്ഞാൽ കൺസ്ട്രെയിൻസ് നമ്മൾ ഈക്വലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് വേരിയബിളിനെ സബ്സ്ട്രാക്റ്റ് ചെയ്യാം. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സർപ്ലസ് വേരിയബിൾ എന്ന് പറയുന്നത്. ഇനി അടുത്ത് ഗെയിം തിയറി. എന്താണ് ഗെയിം തിയറി? ഗെയിം തിയറി ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് ഓസ്കറാണ്. 1928 ഓസ്കറും ജോൺ വോനുമാണ്. ചില ടെസ്റ്റിൽ ഓസ്കർ എന്ന് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ഓക്കെ. പിന്നെ അടുത്ത് എന്താണ്? ഗെയിം തിയറി ഈസ് എ ബോഡി ഓഫ് നോളജ് ദാറ്റ് ഡീൽസ് വിത്ത് മേക്കിംഗ് ഡിസിഷൻസ്. നമ്മൾ ഒരു ഗെയിമിൽ ഒരു ഡിസിഷൻ നമ്മൾ എടുക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മളൊരു സ്റ്റെപ്പ് നമ്മൾ എടുക്കുമ്പോൾ നമ്മൾ നോക്കേണ്ട ഡിസിഷൻസ് എന്തൊക്കെയെന്നാണ് ഇവിടെ പറയുന്നത്. ദ അപ്രോച്ച് ഓഫ് ഗെയിം തിയറി ഈസ് ടു സീക്ക് ഡിറ്റർമൈൻ റിവൽസ് മോസ്റ്റ് പ്രോഫിറ്റബിൾ കൗണ്ടർ സ്ട്രാറ്റജി ടു വൺ ഓൺസ് ബെസ്റ്റ് മൂവ് അല്ലേ? നമ്മളൊരു എനിമീനെ നമ്മൾ പരിഗണിക്കുമ്പോൾ അയാളെ അപേക്ഷിച്ച് നമ്മളൊരു ബെസ്റ്റ് മൂവ് ഇവിടെ എടുത്തിരിക്കണം. അതൊരു പ്രോഫിറ്റബിൾ മൂവ് ആയിരിക്കണം, നമുക്ക് അഡ്വാൻറ്റേജ് കിട്ടുന്നതായിരിക്കണം. പിന്നെ ഇതിന് ക്ലാസിഫിക്കേഷനുണ്ട്. ഒന്ന് 2 പേഴ്സൺ ഗെയിം, 2 പേഴ്സണേ കാണുള്ളൂ. സീറോ സം ഗെയിമിംഗ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല. എ ഗെയിം ഇൻ വിച്ച് സം ഓഫ് എമൗണ്ട് വോൺ ബൈ ഓൾ വിന്നേഴ്സ് ഈക്വൽ ടു സം ഓഫ് എമൗണ്ട് ലോസ്റ്റ് ബൈ ഓൾ ലോസേഴ്സ്. ഓക്കെ. അപ്പോൾ അതിനെയാണ് സീറോ സം ഗെയിം എന്ന് പറയുന്നത്. അതായത് ഇവിടെ എന്താ പറയുന്നത്? വോൺ ബൈ ഓൾ വിന്നേഴ്സ് ഈസ് ഈക്വൽ ടു സം ഓഫ് എമൗണ്ട് ഓഫ് ലോസ്റ്റ് ബൈ. ഇപ്പോൾ എനിമീസിൻ്റെ കയ്യിൽ നിന്ന് 50 രൂപ നഷ്ടപ്പെട്ടാൽ നമുക്ക് 50 രൂപ കിട്ടുന്നതാണ് ഏത്? സീറോ സം ഗെയിം. അടുത്ത നോൺ സീറോ സം ഗെയിം എന്ന് പറഞ്ഞാൽ എന്താണ്? എനിമീസിൽ നിന്ന് നഷ്ടപ്പെടുന്നതും അല്ലെങ്കിൽ ഓപ്പോസിഷൻ കാൻഡിഡേറ്റിൽ നിന്ന് നഷ്ടപ്പെടുന്നതും നമുക്ക് കിട്ടുന്നതും ഡിഫറൻ്റ് ആയിരിക്കും. പ്യുവർ സ്ട്രാറ്റജി ഗെയിം എന്ന് പറഞ്ഞാൽ എന്താണ്? ഏറ്റവും ബെസ്റ്റ് സ്ട്രാറ്റജി എടുക്കുന്ന പ്ലെയർ എന്തെയും ജയിക്കും. തുടക്കം മുതൽ അവസാനം വരെയും സ്ട്രാറ്റജി ആയിരിക്കും. ഫോർ എക്സാമ്പിൾ ചെസ്സൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. മിക്സഡ് സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ എന്താണ്? എ ഗെയിം ഇൻ വിച്ച് ഈച്ച് പ്ലെയർ എംപ്ലോയീസ് ഡിഫറൻറ്റ് സ്ട്രാറ്റജീസ് അറ്റ് എ ഡിഫറൻറ്റ് ടൈം ഇൻ ദി ഗെയിം. ഓക്കെ. എല്ലാ എംപ്ലോയീസും എന്ത് ചെയ്യുന്നു? എല്ലാ എംപ്ലോയീസ് അല്ല, എല്ലാ കാൻഡിഡേറ്റും ഓരോ സ്ട്രാറ്റജി എടുക്കുന്നതാണ് നമ്മൾ മിക്സഡ് സ്ട്രാറ്റജി എന്ന് പറയുന്നത്. ഇനി അടുത്ത് എന്താണ് സാഡിൽ പോയിൻ്റ് എന്ന് ചോദിച്ചിട്ടുണ്ട്. സാഡിൽ പോയിൻ്റ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല. എന്താണ് സാഡിൽ പോയിൻ്റ് എന്ന് പറഞ്ഞാൽ, അറ്റ് ദി റൈറ്റ് ഓഫ് ഈച്ച് റോ, ഓരോ റോയുടെയും വലത് വെച്ച് നമ്മൾ എന്ത് ചെയ്യണം? റോ മിനിമം എന്ന് എന്ത് ചെയ്യണം? എഴുതണം. എന്നിട്ട് എന്ത് ചെയ്യുന്നു? ഏറ്റവും ലാർജസ്റ്റിൽ നമ്മൾ അണ്ടർലൈൻ ചെയ്യണം. ഇനി ബോട്ടത്തിൽ ഈച്ച് കോളത്തിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ കോളം എന്ന് റൈറ്റ് ചെയ്യണം. കോളം മാക്സിമം നമ്മൾ റൈറ്റ് ചെയ്യണം. പിന്നെ എന്ത് ചെയ്യണം? ഏറ്റവും സ്മാളസ്റ്റ് അണ്ടർലൈൻ ചെയ്യണം. അപ്പോൾ ഇഫ് ദീസ് 2 എലമെൻ്റ് ആർ ഈക്വൽ, റോയുടെ മിനിമവും കോളത്തിൻ്റെ മാക്സിമവും ഈക്വൽ ആണെങ്കിൽ നമുക്കതിന് എന്ത് പറയാം? സാഡിൽ പോയിൻ്റ് എന്ന് പറയാം. ഇനി ലിമിറ്റേഷൻ ഓഫ് ഗെയിം തിയറി. എന്താണ് ഗെയിം തിയറിയുടെ ലിമിറ്റേഷൻ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല. അസംഷൻ ദാറ്റ് ഈച്ച് പ്ലെയർ ഹാസ് ദ നോളജ് അബൌട്ട് ഹിസ് ഓൺ പേ ഓഫ് ആൻഡ് പേ ഓഫ്സ് ഓഫ് ദി ഒപ്പോണൻ്റ് ഈസ് നോട്ട് പ്രാക്ടിക്കൽ. ഒപ്പോണൻ്റ് എങ്ങനെ കളിക്കണമെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? അനുമാനിക്കാനായിട്ട് പറ്റത്തില്ല. അയാളുടെ സ്ട്രാറ്റജി ഇതായിരിക്കും എന്ന് നമുക്ക് ഒരിക്കലും വിശ്വസിക്കാനായിട്ട് അല്ലെങ്കിൽ നമുക്ക് കരുതാനായിട്ട് പറ്റത്തില്ല. പിന്നെ അടുത്തൂടെ പറഞ്ഞത് ദ മെത്തേഡ് ഓഫ് സൊല്യൂഷൻ ബിക്കം കോംപ്ലക്സ്. നമ്മൾ ഓരോ ചാട്ടം കഴിയുന്തോറും അല്ലെങ്കിൽ ഓരോ മൂവ്മെൻറ്റ് കഴിയുന്തോറും ഗെയിം എന്തായിട്ട് വരും? കോംപ്ലക്സ് ആയിട്ട് വരും. പിന്നെ അടുത്തിവിടെ പറയുന്നത് ഇൻ ദ ഗെയിം തിയറി ഇറ്റ് ഈസ് അസ്യൂംഡ് ദാറ്റ് ബോത്ത് പ്ലേയേഴ്സ് ആർ ഈക്വലി വൈസ് ആൻഡ് ദേ ബിഹേവ് ഇൻ എ റാഷണൽ വേ. ദിസ് അസംഷൻ ഈസ് ഓൾ നോട്ട് പോസിബിൾ. അപ്പോൾ ഇവിടെ പറയുന്നതെന്ന് പറഞ്ഞാൽ ഈ രണ്ടുപേരും ഗെയിമിനെ കുറിച്ച് നല്ല ജ്ഞാനം കാണും, പക്ഷേ അതവർ ശരിയായിട്ടുള്ള രീതിയിൽ അപ്ലൈ ചെയ്യും, ഈക്വലായിട്ടുള്ള രീതിയിൽ അപ്ലൈ ചെയ്യും. അവിടെ വലിയൊരു ടൈറ്റ് മത്സരം ഉണ്ടാവും എന്നുള്ള രീതികളൊക്കെ അവിടെ എന്താണ്? തെറ്റാണ്. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ലിമിറ്റേഷൻസ് എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ ഓപ്പറേഷൻ റിസർച്ചിൻ്റെ സ്കോപ്പാണ്. അത് എവിടെയൊക്കെ അപ്ലൈ ചെയ്യുമെന്ന് നമ്മൾ പറഞ്ഞു. ഇത് ഞാൻ കുറച്ചുകൂടി നല്ല നോട്ടാണ്, പോയിൻറ്റുകൾ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. ചിലപ്പോൾ എസ് ഐക്കൊക്കെ ചോദിച്ചാൽ നിങ്ങളിതൊക്കെ എഴുതുക. ഓപ്പറേഷൻ റിസർച്ച് നമുക്കത് ഈ പറയുന്ന എല്ലാ മേഖലകളിലും അപ്ലൈ ചെയ്യാം.
ഫെസിലിറ്റീസ് പ്ലാനിങ്ങിൽ ഇൻ്റർനാഷണൽ ട്രാൻസ്പോർട്ടേഷൻ, വെയർഹൗസ്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. ഫിനാൻസിൽ ഈ പറയുന്ന കാര്യങ്ങൾ, മാനുഫാക്ചറിങ്ങിൽ ഈ പറയുന്ന കാര്യങ്ങൾ, അക്കൗണ്ടിങ്ങിൽ ഈ പറയുന്ന കാര്യങ്ങൾ, കൺസ്ട്രക്ഷൻ, ഇതെല്ലാം ഒന്ന് വായിച്ച് നോക്കുക. വളരെ സിമ്പിളാണ്.